ഇത് നമ്മുടെ തേർഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ്. അതായത് നമ്മുടെ BBA ലേണേഴ്സിന്റെ തേർഡ് ഇയർ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ സിലബസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തേർഡ് ഇയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, നമ്മൾ എങ്ങനെയാണ് ഓരോ സബ്ജക്ട്സും നമ്മൾ എന്താണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കവർ ചെയ്തെടുക്കണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സെഷൻ ആയിരിക്കും ഇന്നത്തെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. എന്റെ പേര് ദുർഗ എന്നാണ്. എന്നോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഉള്ള അനുഷ്യ മാം ആൻഡ് ഓൾസോ ദർശന മാമും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ഓൾറെഡി നിങ്ങൾക്ക് ഒരു വ്യൂ അവൈലബിൾ ആയിരിക്കും. എങ്കിലും നമുക്ക് നമ്മുടെ തേർഡ് ഇയറിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വ്യൂ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. സോ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ തേർഡ് ഇയർ എന്ന് പറയുന്നത് 2 സെമസ്റ്ററുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അല്ലെ. 5th ആൻഡ് 6th സെമസ്റ്ററിലാണ് നിങ്ങൾ 4th സെം വരെ കംപ്ലീറ്റ് ചെയ്ത് ഇന്നിപ്പം എത്തി നിൽക്കുന്നത്. അപ്പം ആ ഒരു 5th ആൻഡ് 6th സെമ്മിലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, BMP 002 ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് BMP 001 ഒരു പ്രൊജക്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5th സെമ്മിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റും പ്ലസ് 2 സബ്ജക്ട്സും ആണ് നമ്മുടെ 5th സെമ്മിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ദെൻ 6th സെമ്മിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഒരു 5 സബ്ജക്ട്സുകളാണ്. അതായത് നമുക്ക് 5th വരുന്ന ഒരു എക്സ്ട്രാ സബ്ജക്ട് കൂടി നമുക്ക് 6th പഠിക്കാനായിട്ട് വരുന്നത്. ആ സബ്ജക്ട്സുകൾ നോക്കുകയാണെങ്കിൽ BMP 003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് BMP 004 സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, BMP 005 ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS 185 എന്റർപ്രണർഷിപ്പ്. ഇത്രയും സബ്ജക്ട്സുകളാണ് നമുക്ക് ഈ ഒരു 2 സെമസ്റ്ററുകളിലായിട്ട് പഠിക്കാനായിട്ട് വരുന്നത്. ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഫോർമാറ്റ് ഓഫ് എന്താണ് ഒരു കോഴ്സ് ആണ് നമ്മുടെ BMP 001 പ്രൊജക്ട് ആയിട്ട് വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ 4th സെമ്മിൽ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ബിസിനസ് റിസർച്ച് എന്നുള്ള ഒരു സബ്ജക്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ പറയുന്ന 5th സെമ്മിലേക്ക് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ ഒരു സെമസ്റ്റർ വൈസ് ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 5th സെമസ്റ്ററിലേക്ക് വരുന്നത് 3 സബ്ജക്റ്റുകൾ അഥവാ 3 കോഴ്സസ് ആണ്. ഈ 3 കോഴ്സസ് ആയിട്ട് വരുന്നതിൽ ഒരു സബ്ജക്ട് അഥവാ ഒരു കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് രണ്ട് സബ്ജക്ട്സുകൾക്ക് പകരം അല്ലെങ്കിൽ 2 കോഴ്സസിന് പകരം അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ആണ് നമ്മൾ ആ ഒരു സെമ്മിൽ ഹാൻഡിൽ ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കോർ സബ്ജക്ട് ആയിട്ട് വരുന്ന ഒരു സബ്ജക്ട് ആണ്. 6 ക്രെഡിറ്റ്സ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ BMP 002 ഓപ്പറേഷൻസ് മാനേജ്മെന്റും എന്താണ് കോർ സബ്ജക്റ്റിന്റെ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ഇറ്റ് ഈസ് ഓൾസോ എന്താണ് 6 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത്. ഇനി 6th സെമ്മിലേക്ക് വരുന്ന സമയത്ത് 5 സബ്ജക്ട്സുകളാണ് നമുക്ക് അവിടെ അല്ലെങ്കിൽ 5 കോഴ്സസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. BMP 003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, ഇതെല്ലാം തന്നെ എന്താണ് കോർ സബ്ജക്ട്സുകളാണ്. BCOS 185 എന്റർപ്രണർഷിപ്പ് എന്ന സബ്ജക്ട് മാത്രം അഥവാ കോഴ്സ് മാത്രമാണ് നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി കാറ്റഗറിയിൽ വരുന്നത്. ഇതിൽ ഓരോ സബ്ജക്ട്സും നമുക്ക് എന്താണ് 4 ക്രെഡിറ്റ്സിനാണ് വരുന്നത്. നെക്സ്റ്റ് അല്ലെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് BMP 004 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആൻഡ് BMP 005 ഓർഗനൈസേഷണൽ ബിഹേവിയർ ആൻഡ് BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു തേർഡ് ഇയറിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോ സബ്ജക്റ്റും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും തന്നെ പതിയെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സബ്ജക്ട് കൂടിയാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ളത്. നമുക്കറിയാം അക്കൗണ്ടിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനായിട്ട് നമുക്ക് വരുന്നത്. അതിന്റെ ബേസിക് അക്കൗണ്ടിംഗ് എന്തൊക്കെയാണെന്നുള്ളതും അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്നുള്ളതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. യൂണിറ്റ് 1 to യൂണിറ്റ് 4 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ്. അതിൽ യൂണിറ്റ് 1 മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ആൻഡ് ഓൾസോ അതിന്റെ ടെക്നിക്സ് ആയിട്ട് വരുന്ന കോസ്റ്റ് കൺട്രോളിനെ കുറിച്ചും കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റ്സ് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനാലിസിസിന്റെ ടെക്നിക്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പറേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു
യൂണിറ്റും നമുക്ക് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ ആണ്. നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബഡ്ജറ്റിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. അതിൽ എന്താണ് ബഡ്ജറ്റിംഗ് എന്നുള്ളതും എങ്ങനെ നമ്മൾ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു, അതിന്റെ അപ്രോച്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റിംഗിനെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അപ്രോച്ചസ് എന്തൊക്കെയാണ്, അതിന്റെ എന്താണ് ബഡ്ജറ്ററി കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു യൂണിറ്റ് കൂടി നമുക്ക് ഈ പറയുന്ന ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിൽ വരുന്നുണ്ട്. എഗെയിൻ ഈ പറയുന്ന രീതിക്ക് 4 യൂണിറ്റ്സ് ആണ് നമുക്ക് സെക്കൻഡ് ബ്ലോക്കിലും വരുന്നത്. തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിനെ കുറിച്ചും വേരിയൻസ് അനാലിസിസും. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ വരുന്ന മിസ്മാച്ചസ് അല്ലെങ്കിൽ ആ ഒരു വേരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിയേഷൻ നമ്മൾ അനലൈസ് ചെയ്ത് അതിന്റെ റീസൺ എന്താണ്, അതനുസരിച്ച് നമ്മൾ പ്രോഫിറ്റബിൾ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അതും എഗെയിൻ ഈ പറയുന്ന രീതിക്ക് 4 യൂണിറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയൻസസ്, അതായത് നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ കൺസേൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അതിന്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പല രീതിയിലുള്ള ഇൻപുട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. മെറ്റീരിയൽസ് ആയിട്ടും അല്ലെങ്കിൽ ലേബർ ആയിട്ടും അല്ലെങ്കിൽ ഓവർ ഹെഡ്സ്, അതായത് നമ്മുടെ എക്സ്ട്രാ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൽ വരുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ്, അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന യൂണിറ്റ്സുകളാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളതും കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിനെ കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ പറയുന്നത്. അതായത് നമ്മളിപ്പം വേരിയൻസസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ബാലൻസ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്കാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോസ്റ്റും പ്രോഫിറ്റും അതുപോലെ തന്നെ അതിന്റെ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നടത്തുന്ന പ്രൊഡക്റ്റിന്റെ വോളിയം തമ്മിലുള്ള ഒരു റിലേഷൻ അനാലിസിസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു യൂണിറ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഇനിയിപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അല്ലെ. അത് റിലേറ്റ് ചെയ്ത് വരുന്ന റെലവന്റ് കോസ്റ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്ട് ചെയ്യുന്ന റെലവന്റ് കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റ് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ പ്രൈസിംഗ് ഡിസിഷൻസ്, അതായത് ഡിഫറെന്റ് കാറ്റഗറി റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസിഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നത്. അതെന്തൊക്കെയാണ് പ്രൈസിംഗ് ഡിസിഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്, എന്താണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ റൈസ് ചെയ്ത് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, കണ്ടംപററി ഇഷ്യൂസ് എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് 2 പാർട്ടായിട്ടാണ് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ടോപ്പിക്സ്, അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നമുക്ക് ഈ ഒരു സെമിസ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളത്. അതും ഒരു കോർ സബ്ജക്ട് തന്നെയാണ്. 6 ക്രെഡിറ്റ്സിനാണ് ആ ഒരു സബ്ജക്ട് വരുന്നത്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇൻഫോംഡ് ആണ് അല്ലെ. നമ്മുടെ സിലബസസ് ഇഗ്നോയുടെ സൈറ്റിൽ, യൂണിവേഴ്സിറ്റി സൈറ്റിൽ അവൈലബിൾ ആവുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് എല്ലാവരോടും ഇത് കൺവേ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായി കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ത്രൂ ഒന്ന് റീജിയണൽ സെന്ററിലേക്ക് മെയിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ സിലബസ് നമുക്ക് അവൈലബിൾ ആവും. സോ നമുക്ക് സിലബസ് അവൈലബിൾ ആവുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. സോ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളത് മെയിൻലി ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് അതിൽ മെയിൻലി പഠിക്കാനായിട്ട് വരുന്നുണ്ടാവുക. ഒരു ഓർഗനൈസേഷൻസിന്റെ ഓപ്പറേഷൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന, റിസർച്ച് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിരിക്കും, എങ്ങനെ മാനേജ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അതിൽ പഠിക്കാനായിട്ട് വരുന്നത്. ആ ഒരു ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമുക്ക് സൈറ്റിൽ അപ്ഡേറ്റ് ആയ ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന മറ്റൊരു സബ്ജക്റ്റ് ആണ് BMP 001. നമ്മുടെ 5th സെമസ്റ്ററിൽ നമുക്ക് ഇന്റേൺഷിപ്പ് അഥവാ ഒരു പ്രാക്ടിക്കൽ കോഴ്സ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നതിലും എന്താണ്, പ്രൊജക്ട് ഗൈഡ് ലൈൻസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. എങ്കിലും നമുക്ക് ഏകദേശം അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ എനിക്ക് തോന്നുന്നു ആ ഒരു കോഴ്സിന്റെ എൻഡിൽ ഞാൻ ഡിസ്കസ് ചെയ്യാവുന്നതാണ്, നമുക്ക് ബാക്കിയുള്ള സബ്ജക്ട്സിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് BMP 001
003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എന്നുള്ളതാണ്. ആ ഒരു സബ്ജക്റ്റും എന്താണ് നമുക്ക് സിലബസ് അവൈലബിൾ ആയിട്ടില്ല. അവൈലബിൾ ആയ ഉടനെ തന്നെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അനദർ കോർ സബ്ജക്ട് അഥവാ കോഴ്സ് ആയിട്ട് വരുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് BMP 004. ഈ ഒരു സബ്ജക്റ്റും എന്ത് തന്നെയാണ്, അണ്ടർ ഡെവലപ്മെന്റ് കാറ്റഗറിയിൽ വരുന്ന ഒരു സബ്ജക്ട് ആണ്. സോ നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ബിഹേവിയർ അഥവാ BMP 005 ആണ്. ഇത്രയും സബ്ജക്ട്സിന്റെ സിലബസ് നമുക്ക് ഇഗ്നോയുടെ സൈറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് BCOS 185 എന്റർപ്രണർഷിപ്പ് എന്ന സബ്ജക്ട് ആണ്. എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കാറ്റഗറിയിൽ വരുന്ന ഒരു കോഴ്സ് ആണ് അല്ലെ. സോ അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്റർപ്രണർഷിപ്പ് പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അതിലും എഗെയിൻ ഈ 4 യൂണിറ്റ്സുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. എന്താണ് എന്റർപ്രണർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ്, ആൻഡ് ഓൾസോ അതിന്റെ എക്കോസിസ്റ്റത്തെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിന്റെ ഡയമെൻഷൻസ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത്, ആൻഡ് എന്റർപ്രണേഴ്സ് കോമ്പിറ്റൻസീസ്, അവരുടെ ഒരു എന്റർപ്രണർഷിപ്പ് ആവുന്ന സമയത്ത് എന്റർപ്രണേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു കോമ്പിറ്റൻസീസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റ് കൂടി നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് ബിസിനസ് ഐഡിയ സെലക്ഷൻ ആൻഡ് ഫീസിബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് 5 യൂണിറ്റുകളാണ് പഠിക്കാനായിട്ട് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ ആൻഡ് സെലക്ഷൻ ആണ്. നമ്മുടെ സൊസൈറ്റിയിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ സെലക്ട് ചെയ്യാം, ബെസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ മാർക്കറ്റ് റിസർച്ച്, അതുപോലെ തന്നെ ബിസിനസ് പ്ലാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് പ്ലാനിൽ ഉണ്ടാവുന്ന ഫീസിബിലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ, ആൻഡ് ഓൾസോ ബിസിനസ് പ്ലാൻ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഡിഫറെന്റ് യൂണിറ്റ്സുകളായിട്ട് നമുക്ക് ബ്ലോക്ക് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 3 വരുന്ന സമയത്ത് മൊബിലൈസിംഗ് റിസോഴ്സസ് ആൻഡ് സ്റ്റാർട്ടപ്പ് ആണ്. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് മനസ്സിലാക്കിയതെങ്കിൽ ബ്ലോക്ക് 3 വരുന്ന സമയത്ത് അതിന്റെ റിസോഴ്സസ് എങ്ങനെ മൊബിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ആ ഒരു ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസിലൂടെ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അത് 3 യൂണിറ്റ്സുകളായിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്സിനെ കുറിച്ചാണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ദെൻ മൊബിലൈസിംഗ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, എങ്ങനെയാണ് നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ഗ്യാദർ ചെയ്ത് അത് മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വരുന്നത്. യൂണിറ്റ് 12 നോക്കുകയാണെങ്കിൽ നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്, നമുക്കറിയാം ഫിനാൻഷ്യൽ റിസോഴ്സസ് മാത്രമല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എന്താണ് സക്സസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവിടെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ അതെങ്ങനെ മാനേജ് ചെയ്യാം, മൊബിലൈസേഷൻ ഓഫ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ് നമ്മുടെ യൂണിറ്റ് 12 നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ എന്റർപ്രണർഷിപ്പ് ആൻഡ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അഥവാ MSMEസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു പാർട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അപ്പം എന്താണ് MSME എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് അവൈലബിൾ ആയിരിക്കും. എങ്കിലും ഇൻ ഡീപ്പ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടാവുക. എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, അതായത് MSMEs റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് ആ ഒരു ഏരിയയിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന യൂണിറ്റ് 13 ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ ഫാമിലി ബിസിനസ്, നമ്മൾ കർത്ത അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഓർഗനൈസേഷൻസ് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ബിസിനസ് ഓർഗനൈസേഷനിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് എന്താണ് റിമെമ്പർ ചെയ്ത് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു സബ്ജക്ട് ആണ് എന്റർപ്രണർഷിപ്പ് എന്നുള്ളത്. ആൻഡ് ഓൾസോ സക്സസ് സ്റ്റോറീസ്, അതായത് നമ്മുടെ ഇനീഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് യൂണിറ്റ് 15 എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള എന്റർപ്രണർഷിപ്പിൽ വരുന്ന സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. നമ്മുടെ BBAയുടെ ഏറ്റവും അല്ലെങ്കിൽ BBAയോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്ട് ആണ് നമുക്ക് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ മെൻഷൻ ചെയ്യാം അല്ലെ. ഈ ഒരു സബ്ജക്ട് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മളൊരു സെയിൽസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മളൊരു എന്താണ് സെല്ലിംഗ് പ്രോസസ് സക്സസ്ഫുൾ ആക്കും, അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ആ ഒരു സെയിൽസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതിനെ പല പെർസ്പെക്ടീവ്സിൽ നമുക്ക് പല ടോപ്പിക്സുകളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആക്കുന്ന ഒരു സബ്ജക്ട് ആണ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് എന്നുള്ളത്. അത് നോക്കുവാണെങ്കിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ് ആണ്. എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, എങ്ങനെയാണ് സെല്ലിംഗ് പ്രോസസ്സ് വരുന്നത്, സെയിൽസ്മാൻഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ എങ്ങനെ നമ്മൾ ആ
ഒരു സെയിൽസ് മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും, അതിന്റെ പ്രോസസ് എന്തൊക്കെയാണ്, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂണിറ്റ് 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 4 നോക്കുവാണെങ്കിൽ സെയിൽ ഫോഴ്സ് മാനേജ്മെന്റ്. നമുക്കറിയാം എങ്ങനെ മാനേജ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ആ സെയിലിനെ എഫക്ട് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സും നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് പോകണം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് യൂണിറ്റ് 4 എന്ന് പറയുന്നത്. ബ്ലോക്ക് 2ലേക്ക് നോക്കുകയാണെങ്കിൽ ബൈയിങ് മോട്ടീവ്സ് ആൻഡ് സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് അഥവാ സെല്ലിംഗ് പ്രോസസ്സിൽ ഏറ്റവും കാര്യമാണ് നമ്മുടെ ബൈയിങ് അല്ലെങ്കിൽ എന്താണ് കസ്റ്റമർ ബൈയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റമർ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന ഒരു ബ്ലോക്കാണ് ഈ സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിലെ യൂണിറ്റ് 5 എന്ന് പറയുന്നത് ബൈയിങ് മോട്ടീവ്സ്, ഏതൊക്കെ മോട്ടീവ്സ് ആണ് ബൈയിങ്ങിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു യൂണിറ്റ് ആണ്. ദെൻ ബൈയിങ് ബിഹേവിയർ, കൺസ്യൂമറുടെ ബൈയിങ് ബിഹേവിയറിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന അല്ലെങ്കിൽ പഠിക്കാനായിട്ട് വരുന്ന യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. തേർഡ് സെയിൽസ് ഫോഴ്സ് നമ്മുടെ ഓർഗനൈസേഷന്റെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ തേർഡ് യൂണിറ്റ് ഇൻ സെക്കൻഡ് ബ്ലോക്ക് പറയുന്നത്. ഇനി തേർഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് സെല്ലിംഗ് പ്രോസസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നുണ്ടാവുക. അതായത് എന്താണ് നമ്മൾ ഓൾറെഡി പേഴ്സണൽ സെല്ലിംഗ് എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നും എന്താണ് അതിന്റെ പ്രോസസ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഓൾസോ സെയിൽസ് പ്രസന്റേഷൻസ്, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിലായിട്ടൊക്കെ തന്നെ നമ്മുടെ സെയിൽസ് പ്രസന്റേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇൻ അഡ്വാൻസിൽ നമ്മൾ ഇതിൽ പഠിച്ചു പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ ഒരു സെയിൽസ് പ്രസന്റേഷൻ വരുന്നത്, അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ആൻഡ് ഓൾസോ അതിന്റെ ഒരു കൺക്ലൂഷൻ കൂടി യൂണിറ്റ് 10 നമുക്ക്, ആ സെയിൽസിന്റെ കൺക്ലൂഷൻ കൂടി യൂണിറ്റ് 10 നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് സെയിൽസ്, ഇപ്പം നമ്മുടെ സെയിൽസ് ഒരു പ്രോസസ്സിന്റെ എൻഡിങ് പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നുള്ള രീതിയിൽ വരുന്ന ഒരു ബ്ലോക്കാണ് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. സെയിൽസ് റിപ്പോർട്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ എത്തിക്സ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത്. അതിൽ റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻ സെയിൽസ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. സെയിൽസ് ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ എത്തിക്സ് ഇൻ സെല്ലിംഗ്, നമ്മൾ ഒരു സെയിൽ പ്രോസസ്സിൽ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് അല്ലെങ്കിൽ ബിസിനസ് എത്തിക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ബിസിനസ് ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്ത് ഓൾറെഡി പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങൾ ഇൻ ഡീപ്പായിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു പോകുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ സ്കിൽസ് ഓഫ് സെയിൽസ് പേഴ്സൺ, അല്ലെ, ഒരു ബെസ്റ്റ് സെയിൽസ്മാൻ ആവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെല്ലിംഗ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരു എന്താണ് സെല്ലിംഗ് പ്രോസസ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇംപ്ലിമെന്റഡ് ആവേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പറ്റൻസീസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് 13 സ്കിൽസ് ഫോർ സെയിൽസ് പേഴ്സൺ എന്നുള്ളതിൽ വരുന്നത്. നെക്സ്റ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഈ ഒരു പേഴ്സണൽ സെല്ലിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇൻ ഫ്യൂച്ചർ ഒരു സ്റ്റാർട്ടപ്പ് എന്താണ് യങ്സ്റ്റേഴ്സിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് നമ്മുടെ യൂണിറ്റ് 14 എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സബ്ജക്ട്സ് അഥവാ നമ്മുടെ ഓരോ എന്താണ് കോഴ്സസും റിലേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ 4th സെം വരെ നമ്മൾ ഹാൻഡിൽ ചെയ്യാത്ത ഒരു സംഭവമാണ് നമ്മുടെ പ്രൊജക്ട് അഥവാ BMP 001 എന്നുള്ളത്, അല്ലെ. അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഇൻഫോംഡ് ആണ്. ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. BMPP 001 അതായത് പ്രൊജക്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 8 ക്രെഡിറ്റ്സിന് വരുന്ന, അല്ലെങ്കിൽ ഒരു 2 സബ്ജക്റ്റിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്. പ്രൊജക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താണ്, ഒരു പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പ് ആണ് ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 സബ്ജക്റ്റുകൾക്ക് പകരമായി ഒരു പ്രൊജക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു 2 സബ്ജക്റ്റുകളുടെ മാർക്ക് അവിടെ ക്രെഡിറ്റ് ആവുന്നു എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് 8 ക്രെഡിറ്റ്സ് കൊണ്ട്. നിങ്ങൾക്കറിയാം ഈ ഒരു പ്രൊജക്ട് ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർഡ് ആണ്. ആ ഒരു ഗൈഡ് ലൈൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാം ഈ ഒരു പ്രൊജക്ട് നമ്മുടെ ഒരു ടോപ്പിക് ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആവാം, ഫിനാൻസ് ആവാം, HR ആവാം, അല്ലെങ്കിൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആവാം. ഏത് രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താണ് BBA റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏത് ടോപ്പിക്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ചൂസ് ചെയ്യുകയും അതിനെ ബേസ് ചെയ്ത് നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സിനോപ്സിസ് ആണ്. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല ലേണേഴ്സും. സിനോപ്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു 20 to 25 പേജസ് വരുന്ന രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതിന്റെ റാഷണൽ ഓഫ് സ്റ്റഡീസ്, ഈ പറയുന്ന റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തുകയും അതിനെ പ്രിന്റഡ് ഫോമിൽ, നമ്മൾ എല്ലാവരും ഇപ്പം അസൈൻമെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വന്നിരുന്നത് ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലായിരുന്നു. ബട്ട് പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ടൈപ്പിംഗ് ഫോർമാറ്റ് അല്ലെങ്കിൽ
പ്രിന്റഡ് ഫോർമാറ്റിലാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ പറയുന്ന എന്ത് ചെയ്യണം, 20 to 25 പേജസ് വരുന്ന സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മൾ റീജിയണൽ സെന്ററിൽ, നോർമലി നമ്മുടെ ഒരു അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റിന്റെ സമയത്ത് തന്നെയാണ് നമുക്ക് പ്രൊജക്ട് സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മുടെ കൺസേൺഡ് റീജിയണൽ സെന്റർ ഏതാണോ അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രൊജക്ട് ആയിരിക്കണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ടത്, അല്ലെങ്കിൽ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് എയ്ഡഡ് കോളേജസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് കോളേജസിലോ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ MBA ഹോൾഡേഴ്സ് അല്ലെങ്കിൽ PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള MCom MBA PhD ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഇപ്പം കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാക്കൾട്ടീസിന്റെ അണ്ടറിലായിരിക്കണം. അതായത് അവർക്ക് എന്തുണ്ടാവണം എന്നാണ് പറയുന്നത്, ഈ ഒരു ഗൈഡ് എക്സ്പീരിയൻസ് അഥവാ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് ഈ പറയുന്ന BCom അല്ലെങ്കിൽ ഈ പറയുന്ന BBA ആൻഡ് ഓർ MBA ഫീൽഡിൽ നമുക്കൊരു ടീച്ചിങ് എക്സ്പീരിയൻസ് കണ്ടിന്യൂസ് ആയിട്ട് 5 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ആൻഡ് ഓൾസോ കറന്റ്ലി അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൺസേൺഡ് റീജിയണൽ സെന്ററിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രിസ്ക്രൈബ്ഡ് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആവാറുണ്ട്. അതർവൈസ് നിങ്ങൾക്ക് പേഴ്സണലി കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു രീതിയിൽ നമുക്ക് ഗൈഡ് അവൈലബിൾ ആവുന്നതായിരിക്കും. ഈ ഒരു സിനോപ്സിസിനോടൊപ്പം തന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഗൈഡിന്റെ പ്രൊഫൈൽ അഥവാ ബയോഡാറ്റ, ഡീറ്റെയിൽഡ് ബയോഡാറ്റ വിത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഈ ഒരു സിനോപ്സിസിന്റെ കൂടെ റീജിയണൽ സെന്ററിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സിനോപ്സിസ് വിത്തിൻ 45 ഡേയ്സ് ആ ഒരു ടൈം പീരിയഡിനകത്ത് നമുക്ക് ഇത് അപ്രൂവൽ ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി അഥവാ പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സിനോപ്സിസിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ് ടു 100 പേജസ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ നേരിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ബൈ പോസ്റ്റ് ഷെയർ ചെയ്യാണ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ പ്രൊജക്ടിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ. ഓക്കെ, അപ്പം ഇത്രയും പ്രൊജക്ട്സ് അല്ലെങ്കിൽ ഇത്രയും കോഴ്സസ് അഥവാ ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ഈ ഒരു 5th and 6th സെമസ്റ്ററുകളിലായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു സിലബസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത് അസൈൻമെന്റ് ആൻഡ് ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ചാണ്. സോ അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ മെയിൻ ആയിട്ട് സിലബസ്, ഈ ഒരു 3rd ഇയറിന്റെ സിലബസിന്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ എല്ലാ സെമിസ്റ്ററുകളിലും നമ്മൾ സബ്മിറ്റ് ചെയ്തായിരുന്നു അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അസൈൻമെന്റ്സിന്റെ കാര്യങ്ങൾ നോക്കാം. സോ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ എല്ലാ സെമിസ്റ്ററിലും നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്. സോ ഈ ഒരു സെമിസ്റ്ററിലും ഇനി വരുന്ന 6th സെമിസ്റ്ററിലും നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടോ ആ സബ്ജക്ട്സിനൊക്കെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. സോ ഇതിന് നമുക്ക് ഒരു ഡ്യൂ ഡേറ്റ് തന്നിട്ടുണ്ടാവും. ഇതിനൊരു ഡ്യൂ ഡേറ്റ് പറയും. ആ ഡ്യൂ ഡേറ്റിന് മുന്നേ ആയിരിക്കണം നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഡിസംബറിൽ എക്സാം എഴുതുകയാണെങ്കിൽ നമുക്ക് ഏകദേശം സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഡ്യൂ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അസൈൻമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാറ്റഗറി ക്വസ്റ്റ്യൻസ്, അതേപോലെ ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും അസൈൻമെന്റിന് ഉണ്ടാവുക. സോ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ നമ്മുടെ ആൻസർ ഗൈഡ് ബുക്ക് ഒക്കെ നമ്മുടെ ആപ്പിലും അവൈലബിൾ ആണ്. ആൻഡ് ഈ അസൈൻമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഫോമിലായിരിക്കണം അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിൽ ബിഫോർ ഡ്യൂ ഡേറ്റ് നമ്മൾ അസൈൻമെന്റ് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും നമ്മുടെ ഈ ഒരു അസൈൻമെന്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മുടെ കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഫ്യൂച്ചർ ഒരു റെക്കോർഡിന് വേണ്ടിയിട്ട് നമുക്കത് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. അതേപോലെ എപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ കയ്യിൽ നിന്ന് അക്നോളജ്മെന്റ് റിസിപ്റ്റ്, നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നതിന്റെ ഒരു അക്നോളജ്മെന്റ് റിസിപ്റ്റ് കൂടി വാങ്ങുന്നത്, അതും കൂടി മസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങണം. ഇനി അതേപോലെ നമുക്ക് ഈ ഒരു ഇവാലുവേറ്റ് ചെയ്ത അസൈൻമെന്റ്സ്, അതിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത അസൈൻമെന്റ്സിനാണ് നമ്മൾ അക്കാഡമിക് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസൈൻമെന്റ്സും കൂടെ നമുക്ക് നമ്മുടെ സെന്ററിൽ നിന്ന്, നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ്, ഇഗ്നോ സ്റ്റഡി സെന്ററിന്റെ അക്കാഡമിക് കൗൺസിലേഴ്സിന് അവരുടെ വിത്ത് മാർക്ക് ആൻഡ് കമന്റ്സോടുകൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത ഡേറ്റിന് ഒരു 1 മന്തിന് ശേഷമായിരിക്കും വരിക. സോ അങ്ങനെയുള്ള അസൈൻമെന്റ്സിനാണ് ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ് എന്ന രീതിയിൽ പറയുന്നത്. ഇനി ഇതിന്റെ നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് മിനിമം 35% അല്ലെങ്കിൽ എബവ് നമ്മൾ അസൈൻമെന്റിന് സ്കോർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് TEE ടേം ആൻഡ് എക്സാമിനേഷൻ, ആ ഒരു പേപ്പറിന് ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എലിജിബിൾ ആവുള്ളൂ. സോ നമ്മൾ മിനിമം 35 to അല്ലെങ്കിൽ 35 ഓർ എബവ് % ആയിരിക്കണം നമ്മൾ അസൈൻമെന്റിന് സ്കോർ ചെയ്യേണ്ടത്. ആൻഡ് ഇൻ കേസ് നമുക്ക് ഈ ഒരു സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റ്സ് ഇതേപോലെ പാസ് ആവാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അസൈൻമെന്റ്സ് വീണ്ടും റീസബ്മിറ്റ് ചെയ്യണം. അതിന്റെ പുതിയ സ്പെസിഫൈഡ് ഡേറ്റും ഡ്യൂ ഡേറ്റ് ഒക്കെ ഉണ്ടാവും. അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ എഗെയിൻ റീസബ്മിറ്റ് ചെയ്യണം. ഇനി നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷൻസിന്റെ കാര്യങ്ങൾ, TEE
അതിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സോ യൂഷ്വലി നമുക്ക് ജൂണിലും ഡിസംബറിലുമാണ് എല്ലാ വർഷവും TEE അല്ലെങ്കിൽ ടേമിന്റെ എക്സാമിനേഷൻസ് ഹെൽഡ് ആവുന്നത്. സോ അപ്കമിങ് ഇപ്പൊ എക്സാംസ് ഡിസംബറിൽ വരുന്നുണ്ട്, നിങ്ങളുടെ 5th സെം എക്സാം എന്ന് പറയുന്നത് ഡിസംബറിലായിരിക്കും വരുന്നുണ്ടാവും. സോ ഈ ഒരു 1 ഇയറിന്റെ കോഴ്സ് വർക്കും കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അതേപോലെ അസൈൻമെന്റ്സിനെല്ലാം നമ്മൾ നല്ല പാസ് ഗ്രേഡ് കാര്യങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാസ് ഗ്രേഡ് നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എലിജിബിൾ എക്സാം അപ്പിയർ ചെയ്യാൻ എലിജിബിൾ ആണ്. ആൻഡ് ഇതിന് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് TEEക്ക് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോംസ് ഉണ്ട്. സോ ആ ഒരു ഓൺലൈൻ ഫോം ആണ് അത് ഉണ്ടാവുന്നത്. സോ അത് ആ ഒരു ലാസ്റ്റ് ഡേറ്റ് സ്പെസിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവും. ഡേറ്റിന് മുന്നേ ആയിട്ട് നമ്മൾ ഫോം ഫില്ല് ചെയ്യണം. അപ്രോക്സിമേറ്റ്ലി ജൂൺ എക്സാം ഒക്കെ ആണെങ്കിൽ 31st മാർച്ചും ഡിസംബർ എക്സാമിനാണെങ്കിൽ 30th സെപ്റ്റംബർ എന്ന രീതിയിലേക്കാണ് വരിക. സോ കറന്റ് നമ്മളിപ്പോ ഈ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. എക്സാംസിന്റെ ഫോമും പോർട്ടലെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്, ആപ്ലിക്കേഷൻസ് രജിസ്ട്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആസ് സൂൺ ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആൻഡ് അപ്പാർട്ട് ഫ്രം തിയറി പേപ്പറിന് പകരം പ്രാക്ടിക്കൽസ് ഒക്കെ വരികയാണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഹെൽഡ് ആവുന്നത്. ആൻഡ് പിന്നെ അതിന്റെ വൈവ വോസിയും കാര്യങ്ങളെല്ലാം ഇതേപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. പ്രോജക്റ്റിന്റെയും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ ഒക്കെ വൈവ വോസിയും കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് ഇതിൽ നമുക്ക് മെയിൻലി നമുക്ക് ഇപ്പം ലാബ് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കൽ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ അവർ പറയുന്ന ആ ഒരു സെന്ററിലായിരിക്കണം നമ്മൾ അവിടെ എത്തേണ്ടത്. ദാറ്റ് നമ്മൾ തന്നെ അവിടെ റീച്ച് ചെയ്യണം. ആൻഡ് പിന്നെ നമുക്ക് പാസ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 35% ആണ് ഓരോ സബ്ജക്റ്റിനും TEയിൽ മിനിമം പാസ് മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ഗെറ്റ് ലെസ് ദാൻ 35% ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സൈക്കിളിൽ വീണ്ടും ആ ഒരു പേപ്പർ നമ്മൾ റീഅപ്പിയർ. നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ എന്ന് പറയുകയാണെങ്കിൽ 4 ഇയേഴ്സ് പ്രോഗ്രാം ആയിട്ടാണ് 6 ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ ടോട്ടൽ ഡ്യൂറേഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ആ ഒരു ഡ്യൂറേഷനുള്ളിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഇതേപോലെ റീഅപ്പിയർ ചെയ്ത് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്യേണ്ടത്. സോ ഇനി നമ്മുടെ ഫൈനൽ റിസൾട്ട്, അതായത് തിയറി കോഴ്സസിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അതിന്റെ ഒരു റേഷ്യോ ആണ് ഇവിടെ പറയുന്നത്. 30% നമ്മൾ സബ്മിറ്റ് ചെയ്ത ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് TMA ഉണ്ടല്ലോ അസൈൻമെന്റ്സ് അതിന്റെ 30%, അതിനെ നമ്മൾ 30ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും പിന്നെ ടേമിന്റെ എക്സാമിനേഷൻസിൽ നിന്ന് അതിനെ നമ്മൾ 70%ലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ ആണ് 100%ലേക്ക് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കണക്കാക്കുക. സോ അപ്പാർട്ട് ഫ്രം ദാറ്റ് സിലബസിന്റെയും അല്ലെങ്കിൽ അക്കാഡമിക് കാര്യങ്ങൾ ഈ ഒരു അതിന്റെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ലേൺ വൈസിന്റെ നമ്മുടെ കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നമുക്കറിയാം ലേൺ വൈസിൽ ഒരുപാട് നിങ്ങളുടെ സ്റ്റഡീസും അല്ലെങ്കിൽ സ്റ്റഡീസ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കാനും അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് റിസോഴ്സസും സർവീസസും ലേൺ വൈസിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതെല്ലാം നല്ല ഇന്ററാക്റ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും നിങ്ങളുടെ ടൂൾസ് ആണ്. സോ ഇതിൽ വരുന്ന കോർ ലേണിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെയാണ് റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്ട്സിന്റെയും ഓരോ യൂണിറ്റ് വൈസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ആ ഒരു വീഡിയോ ക്ലാസ്സസ് വെച്ചിട്ട് നമുക്ക് ആ ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം നമ്മുടെ ലൈവ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ലൈവായിട്ട് നമ്മൾ ഒരു ബ്ലോക്ക് വൈസ് ഓരോ ബ്ലോക്ക് തീരുമ്പോൾ ആ ഒരു ബ്ലോക്കിന്റെ ലൈവ് റിവിഷൻ ക്ലാസ്സസും കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ പറയുന്നത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ VAN എന്ന രീതിയിൽ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആവുന്നത്. പിന്നെ വരുന്നതാണ് എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറയുന്നത്. സോ എക്സാം ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ സബ്ജക്ട്സും ഓരോ സബ്ജക്ട്സിലും നമ്മൾ ഏതൊക്കെ എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് എന്നുള്ളത് ഓരോ യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ഓരോ സബ്ജക്ട് വൈസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്ന് പറയുന്നത്. സോ നമുക്ക് ആപ്പിൽ തന്നെ നമ്മുടെ അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൻസർ ഗൈഡ് ബുക്സും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ആൻസർ ഗൈഡ് ബുക്ക് ഒക്കെ റെഫർ ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട്സ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നോക്കാം. പിന്നെ അതിന് അഡീഷണലി നമ്മൾ ഇപ്പം കോർ സപ്പോർട്ടിന് പുറമെ അഡീഷണലി നമ്മൾ കൊടുക്കുന്ന കുറച്ച് ടൂൾസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് PYQ UA എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മളൊരു എക്സാം ടൈമിലായിരിക്കും നമ്മൾ ഈ ഒരു PYQ UA അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമ്മൾ അതുവരെ ഓരോരോ 5-6 സെമിസ്റ്റർ നമ്മൾ കുറച്ചൊരു സെമിസ്റ്റർ എടുത്തിട്ട് അതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ആ ഒരു ട്രെൻഡിന്റെ ബേസിസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് PYQ UA എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിനും ഇത് അവൈലബിൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് IGNOU മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എക്സാമിന്റെ ടൈം ആകുമ്പോൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അപ്പം ആ ഒരു സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ സെമിസ്റ്റർ എക്സാം എങ്ങനെയാണ്
അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മോഡൽ എക്സാമും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ വരുന്നതാണ് ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഇങ്ങനെ എന്ത് റിലേറ്റ് ചെയ്തിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇഗ്നോ എക്സാം ഹെൽപ്പ് ഡെസ്കും അവൈലബിൾ ആണ്. അതേപോലെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ EEP എന്നുണ്ട്. സോ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു ഘടകമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാക്ടിക്കലി ആയാലും നമ്മളിപ്പോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ കോ കരിക്കുലർ ഇവന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് നമ്മളിപ്പം ഓൺലൈൻ ആണെങ്കിൽ കൂടിയും നമ്മുടെ ഒരു ഓഫ്ലൈൻ കോളേജ് ലൈഫ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഇവന്റ്സ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഓണം, അതേപോലെ ഇൻഡിപെൻഡൻസ് ഡേ, ഇപ്പം ടീച്ചേഴ്സ് ഡേയുടെ ഓരോ പ്രോഗ്രാംസ്, കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നതാണ് അപ് സ്കിൽ ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്. സോ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോരോ ഇനീഷ്യേറ്റീവ്സും വർക്ക്ഷോപ്സ് പ്രോഗ്രാംസും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ഇത്രയും റിസോഴ്സസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസും അതേപോലെ എല്ലാ ടൂൾസും കാര്യങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അതൊക്കെ ഉപയോഗിച്ച് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ, ആ ഒരു റിഗ്രറ്റിലേക്ക് നിൽക്കരുത്. സോ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളുടെ ഫൈനൽ ലാപ്പാണ്, ശരിക്കും ഫൈനൽ ഇയർ ആണ്. സോ നല്ല രീതിയിൽ ഈ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുക. എന്ത് ഡൗട്ടിനും കാര്യങ്ങൾക്കും സ്റ്റേ കണക്റ്റഡ് വിത്ത് ലേൺവൈസ്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഓവറോൾ ആയിട്ട് വരുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ്.